UDFും BJPയും തമ്മിൽ കനത്ത പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനൊരുങ്ങി SDPI നേതൃത്വം. SDPI മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത് ലീഗ് UDF നേതൃത്വത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തും. ഇത്തവണ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് മഞ്ചേശ്വരത്തെ നേതാവും SDPIയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായ അഷ്റഫ് ബാഡൂർ. മഞ്ചേശ്വരത്ത് വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ BJP ലീഗ് സഖ്യം നിലവിൽ വന്നതും SDPI മത്സരത്തിന് കളമൊരുക്കിയിരിക്കുകയാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിനകത്ത് ഇത്തവണ SDPIയും മത്സര രംഗത്ത് എത്തുമെന്ന വിവരങ്ങളും സൂചനകളുമാണ് പുറത്തുവരുന്നത്. അങ്ങനെ SDPI മത്സരിക്കുകയാണെങ്കിൽ അത് UDFിനെ വലിയ സമ്മർദ്ദത്തിലാഴ്ത്തും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കാൻ SDPIയുടെ ജില്ലാ കമ്മിറ്റി അംഗവും മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ നേതാവും കൂടിയായ അഷ്റഫ് ബഡാജെ നമ്മോടൊപ്പം ചേരുന്നു. എന്തുകൊണ്ടാണ് ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം? അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം BJPയും അതുപോലെ തന്നെ UDFും തമ്മിലാണ് കാലാകാലങ്ങളായി നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തവണ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ SDPIക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ തീർച്ചയായും ഞങ്ങൾക്ക് മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് കൃത്യമായ പ്രവർത്തകരും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഗ്രൗണ്ട് സംവിധാനവുമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. തീർച്ചയായും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഈ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് വിജയസാധ്യതയും കൂടിയുള്ളതാണ്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ UDFിനുള്ള അതേ പ്രവർത്തകരും SDPIക്കും അതേ പ്രവർത്തകരുമുണ്ട്. അത്ര തന്നെ അവർക്കുള്ള അതേ സ്വാധീനവും ഇവിടെ SDPIക്കുണ്ട്. തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം മണ്ഡലം. സ്വാഭാവികമായിട്ടും UDFിനെ പിന്തുണക്കുന്ന ഒരു നിലപാടാണല്ലോ SDPI സ്വീകരിക്കുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി മഞ്ചേശ്വരത്ത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള കാരണം എന്താണ്? അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ഞങ്ങൾ UDFിനെ പിന്നെ പിന്തുണച്ചത് സത്യം തന്നെയാണ്. UDFിനെ പിന്തുണച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇവിടെ നാട്ടുകാരനെന്നും നാടറിയുന്നവനെന്നും പറഞ്ഞുകൊണ്ട് UDF സ്ഥാനാർത്ഥി പിന്നെ AK അഷ്റഫ് വന്നപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ അദ്ദേഹത്തെ പിന്തുണക്കുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം വികസനത്തിൽ അദ്ദേഹം വളരെ പിന്നിലാണ്. കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം മണ്ഡലം. അതുമാത്രമല്ല, ഇവിടെ പിന്നെ ഈ BJPയെ പരാജയപ്പെടുത്തുക എന്നത് അത് SDPIയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇവിടെ LDFോ UDFോ അവര് ഒരു പൊതു സ്വാതന്ത്ര്യനെ ഇവിടെ നിലനിർത്തുകയാണെങ്കിൽ ഞങ്ങൾ മത്സരിക്കില്ല, ഞങ്ങൾ അവരെ സഹായിക്കുക തന്നെ ചെയ്യും. കാരണം ഒരു പൊതു സ്വാതന്ത്ര്യം ഇവിടെയുള്ള പിന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായ LDFും UDFും അവർക്കിവിടെ പിന്നെ BJPയെ പരാജയപ്പെടുത്തണമെന്ന യാഥാർത്ഥ്യമായി അവർക്കുണ്ടെങ്കിൽ തീർച്ചയായും അവരങ്ങനെ ഒരു പൊതു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങളും മത്സര രംഗത്ത് മുന്നോട്ട് പോകുന്നില്ല. അത് വലിയൊരു സാധ്യത കാണുന്നില്ല. കാരണം UDFും അതുപോലെ തന്നെ LDFും രണ്ടും ചേർന്ന ഒരു പൊതുസമ്മതനെ നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതിന് വലിയൊരു സാധ്യത കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഉറച്ച തീരുമാനത്തിൽ SDPI നിന്ന് മത്സരിക്കും. അല്ല, SDPIയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇന്ന് ഇലക്ഷന് സജ്ജമായിരിക്കുകയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDPIക്ക് മത്സരിക്കാനുള്ള എല്ലാ കരുത്തും അതുപോലെ തന്നെ എല്ലാ 200 സംതിങ് ബൂത്തിൽ 200-അധികമുള്ള ബൂത്തുകളിലും SDPIക്ക് നല്ല സ്വാധീനവും എല്ലാം ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടുകൾ മൊത്തത്തിൽ ലഭിച്ചു? ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല വോട്ടുകളാണ് ലഭിച്ചത്. ഞങ്ങൾ മത്സരിച്ച ബ്ലോക്കുകളിലായാലും ഞങ്ങൾ മത്സരിച്ച ജില്ലാ പഞ്ചായത്ത് സീറ്റിലടക്കം ഞങ്ങൾ ഇവിടെ പിന്നെ നല്ല വോട്ടുകളാണ് എടുത്തത്. ഞങ്ങളെ വോട്ട് നോക്കിയാൽ തന്നെ മഞ്ചേശ്വരത്ത് 3 ബ്ലോക്ക് പഞ്ചായത്ത്, മഞ്ചേശ്വര ഗ്രാമപഞ്ചായത്തിന്റെ അകത്ത് 3 ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾ 5000-ന് മുകളിലേക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ മത്സരിച്ച പല വാർഡുകളിലും ഞങ്ങൾ തുച്ഛമായ 10-20 വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളത്. അത് അവര് പിന്നെ ഈ എല്ലാവരും കൂടി ഗൂഢാലോചനയിലൂടെ ഞങ്ങളെ പരാജയപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെയാണ് പല സ്ഥലത്തും BJPയെ കൂട്ടുപിടിച്ചുകൊണ്ട് UDF ഞങ്ങളെ പരാജയപ്പെടുത്തിയത്. എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിഞ്ഞ ഒരു മുന്നേറ്റമടക്കം SDPI മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൽ 2 വാർഡുകളിൽ SDPIക്ക് പ്രതിനിധികൾ അടക്കമുണ്ട്. പല വാർഡുകളിലും വിവിധ പഞ്ചായത്തുകളിൽ BJP UDF ലീഗ് സഖ്യം നിലവിൽ വന്നു എന്നതും ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് പോകുന്നതിന് SDPIയുടെ നേതൃത്വത്തെ കൊണ്ട് എത്തിക്കുന്നു എന്ന സൂചന അതാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്, അല്ലെ? ഇവിടെ സത്യമായും പയ്യോളിക പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ് BJPയെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കുന്നത്.
പല പഞ്ചായത്തുകളിലും ഇനി പുത്തിക പഞ്ചായത്തിലാണെങ്കിലും ഇവിടെ മുസ്ലിം ലീഗ് പരസ്യമായി BJP-യുമായി കൂട്ടുകെട്ട് ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല. അതുപോലെ തന്നെ മഞ്ചേശ്വര പഞ്ചായത്തിലെ പല വാർഡുകളിലും അവർ ജയിക്കാൻ സാധ്യത ഉണ്ടായ വാർഡുകളടക്കം അവർ UDF-നെ ചില സ്ഥലത്ത് പിന്തുണച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ മഞ്ചേശ്വര നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വികസനമില്ലായ്മയാണ്. താലൂക്ക് ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു ഡോക്ടറെ വെച്ചിട്ടാണ്, ആൾക്കാർ വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ കുമ്പള ടോളിന്റെ വിഷയമാണെങ്കിലും നിങ്ങൾക്കറിയാം 22 കിലോമീറ്ററിൽ ടോള് വരുന്നുണ്ട്. അതിനെതിരെ ഒരക്ഷരം പോലും ടോള് 100% പണി പൂർത്തിയാകുന്നത് വരെ MLA നോക്കിക്കുത്തിയായി നിൽക്കുകയും പണി പൂർത്തിയാകുന്നതിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയ നാടകമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയും ജനങ്ങൾക്ക് 100% അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായും SDP ഇന്ന് ഇലക്ഷൻ മഞ്ചേശ്വരം മണ്ഡലത്തിൽ എല്ലാ കാര്യത്തിലും 100% പ്രവർത്തകരടക്കം സജ്ജമായിരിക്കും. ജില്ലാ പ്രസിഡന്റ് അടക്കം ഇതിന് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ? തീർച്ചയായിട്ടും ഞങ്ങൾ മണ്ഡലം, ജില്ല, അതുപോലെ തന്നെ സ്റ്റേറ്റ് എല്ലാവരും ഞങ്ങൾ ഇവിടെ കൃത്യമായി ഒരു പൊതു സ്വാതന്ത്ര്യം വരുന്നതാണെങ്കിൽ ഞങ്ങൾ മത്സരിക്കാതിരിക്കും. അത് കൃത്യമായി രാവിലെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന BJP-യും അതുപോലെ തന്നെ UDF-ഉം തമ്മിൽ കനത്ത പോരാട്ടവും അതോടൊപ്പം LDF സ്ഥാനാർത്ഥിയും മത്സരിക്കുന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ SDPIക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാക്കുകയാണ്. നിർണായകമായ ഒരു രാഷ്ട്രീയ വാർത്തയാണിത്. എല്ലാവരും ഉറ്റുനോക്കുന്നതാണ് ഇവിടെ മഞ്ചേശ്വരത്ത് BJP വരുമോ എന്ന കാര്യം. അതിനിടയിലാണ് SDPI ഇവിടെ മത്സരിക്കുമെന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഒരു രാഷ്ട്രീയ വെളിപ്പെടുത്തൽ ഇവിടെ നടത്തുന്നത്. നമ്മോടൊപ്പം ചേർന്നത് മുൻ മണ്ഡലം നേതാവും അതുപോലെ തന്നെ SDPI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവുമായ അഷ്റഫ് പടാജയാണ്. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.